എല്ലാവർക്കും നമസ്കാരം. ഡാർക്ക് ഹിസ്റ്ററിയുടെയും അമാനുഷികതയുടെയും ലോകത്തേക്ക് സ്വാഗതം. ഇരുണ്ട ഭൂതകാലമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? എങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നായ ബേവർലി ഹിൽസ് സാനിറ്റോറിയത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കെൻറ്റക്കിയിലെ ലൂയിസ്വില്ലയിലുള്ള ഈ കൂറ്റൻ കെട്ടിടം ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയായി. എന്നാൽ അതിനേക്കാൾ എത്രയോ അധികം പേരുടെ അവസാന വിശ്രമ സ്ഥലമായി ഈ സാനിറ്റോറിയം മാറി. മതിലുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ച ദുരൂഹതകളോ, നിഗൂഢമായ ഇടനാഴികളിലൂടെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കളും, പേടിപ്പെടുത്തുന്ന ചരിത്രവും, ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗത്തിൻ്റെ ഭീകരമായ കാലഘട്ടത്തിൽ ഇവിടെ സംഭവിച്ചതെന്താണ്? ഇതൊരു സാധാരണ ആശുപത്രിയുടെ കഥയല്ല. മരണത്തിൻ്റെ നിഴലിൽ ജീവിച്ച രോഗികളുടെയും മനുഷ്യത്വരഹിതമായ പരീക്ഷണങ്ങളുടെയും ഭീതിജനകമായ പ്രേതകഥകളുടെയും ഒരു ഇതിഹാസമാണ്. ബേവർലി ഹിൽസിൻ്റെ ഇരുണ്ട രഹസ്യങ്ങൾ അറിയാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ബേവർലി ഹിൽസ് സാനിറ്റോറിയത്തിൻ്റെ കഥ തുടങ്ങുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അക്കാലത്ത് ക്ഷയരോഗം ഒരു മാരകമായ മഹാമാരിയായിരുന്നു. ഇതിന് ഫലപ്രദമായ ചികിത്സകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഈ രോഗം പടർന്നു പിടിച്ചപ്പോൾ രോഗികളെ മാറ്റി പാർപ്പിക്കാനോ ചികിത്സിക്കാനുമായി 1926 ഈ 5 നില കെട്ടിടം തുറന്നു. ഏകദേശം 400-ലധികം രോഗികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന. വിശാലമായ വരാന്തകളും ശുദ്ധവായു ലഭ്യതയും രോഗശമനത്തിന് സഹായിക്കുമെന്നാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. ആദ്യമൊക്കെ ഇത് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകി. എന്നാൽ രോഗം വർദ്ധിക്കുകയും ചികിത്സകൾ ഫലിക്കാതെ വരികയും ചെയ്തതോടെ ഈ ആശുപത്രി മരണത്തിൻ്റെ ഒരു ഫാക്ടറി പോലെയായി മാറി. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വെച്ച് മരണപ്പെട്ടത്. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ചില റിപ്പോർട്ടുകൾ പറയുന്നത് 10,000-ലധികം ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ടെന്നാണ്. രോഗം മൂർച്ഛിച്ചപ്പോൾ ഡോക്ടർമാർ പലതരം പരീക്ഷണാടിസ്ഥാനത്തിലുള്ളതും വേദനാജനകവുമായ ചികിത്സാ രീതികൾ പരീക്ഷിച്ചു. ശസ്ത്രക്രിയയിലൂടെ വാരിയെല്ലുകൾ നീക്കം ചെയ്യുക, ശ്വാസകോശത്തിൽ ബലൂണുകൾ വെക്കുക തുടങ്ങിയ ഭീകരമായ രീതികൾ പലപ്പോഴും രോഗികളുടെ അവസ്ഥ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു അധ്യായമാണ് മരണത്തുരങ്കം അഥവാ ദ ബോഡി ചുറ്റ്. കെട്ടിടത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്കുള്ള 500 അടി നീളമുള്ള ഒരു തുരങ്കമാണിത്. രോഗികളുടെ മൃതദേഹങ്ങൾ മറ്റു രോഗികൾ കാണാതെ രഹസ്യമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. ജീവിച്ചിരിക്കുന്ന രോഗികൾക്കിടയിൽ ഭയം പടരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ സംവിധാനം. ഓരോ ദിവസവും ഈ തുരങ്കത്തിലൂടെ എത്ര മൃതദേഹങ്ങൾ കടന്നുപോയിട്ടുണ്ടാകാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ക്ഷയരോഗത്തിന് ഫലപ്രദമായ മരുന്നുകൾ കണ്ടെത്തിയതോടെ 1961 ബേവർലി ഹിൽസ് സാനിറ്റോറിയം അടച്ചുപൂട്ടി. പിന്നീട് ഇത് ഒരു വൃദ്ധസദനമായി തുറന്നെങ്കിലും രോഗികളോടുള്ള മോശം പെരുമാറ്റം, സാമ്പത്തിക ക്രമക്കേടുകൾ തുടങ്ങിയ കാരണങ്ങളാൽ 1982 അതും അടച്ചുപൂട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കെട്ടിടം പ്രേതബാധയുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമായി മാറി. ബേവർലി ഹിൽസിനെ ലോകപ്രശസ്തമാക്കുന്നത് അവിടുത്തെ ഭീകരമായ ചരിത്രത്തോടൊപ്പം കെട്ടിക്കിടക്കുന്ന പ്രേതബാധയെക്കുറിച്ചുള്ള കഥകളാണ്. ലോകമെമ്പാടുമുള്ള പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാർക്ക് ഇതൊരു പറുദീസയാണ്. ഇവിടുത്തെ ഏറ്റവും കുപ്രസിദ്ധമായ സ്ഥലമാണ് 502-ാം നമ്പർ റൂം. ഇവിടെ 2 നേഴ്സുമാർ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ആദ്യത്തെ മരണം 1928 സംഭവിച്ചു. അവിവാഹിതയായിരുന്ന ഒരു യുവ നേഴ്സ് ഗർഭിണിയായി. ഈ കാരണം നാണക്കേട് ഭയന്ന് അവർ റൂമിൻ്റെ ലൈറ്റ് ഫിക്ചറിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. 5 വർഷത്തിനു ശേഷം മറ്റൊരു നേഴ്സ് ഇതേ റൂമിൽ വെച്ച് കെട്ടിടത്തിൻ്റെ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു. ഈ മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനു പിന്നിൽ ഡോക്ടർമാർക്ക് പങ്കുണ്ടെന്നും പറയപ്പെടുന്നു. ഈ 2 നേഴ്സുമാരുടെയും ആത്മാക്കളെ ഇവിടെ പലരും കണ്ടതായി സാക്ഷ്യപ്പെടുത്തുന്നു. കളിചിരികളോടെ ഇടനാഴികളിലൂടെ ഓടി നടക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ രൂപം, അതാണ് ടിമ്മി. ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട ഒരു കുട്ടിയുടെ ആത്മാവാണിതെന്നാണ് വിശ്വാസം. പന്തുകൾ ഉരുട്ടിയും ചിലപ്പോൾ അതിഥികളോട് കളിക്കാൻ ആവശ്യപ്പെട്ടും ടിമ്മി അവിടെ കറങ്ങി നടക്കുന്നുണ്ടത്രേ. കൂടാതെ അപ്രതീക്ഷിതമായ ഭിത്തികളിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യരൂപത്തിലുള്ള നിഴലുകളും ഇവിടുത്തെ നിത്യകാഴ്ചയാണ്. പല സന്ദർശകരും രാത്രികാലങ്ങളിൽ ആശുപത്രിയിൽ കേൾക്കാറുണ്ടായിരുന്ന കരച്ചിലുകളും ചുമകളും നിലവിളികളും വ്യക്തമായി കേട്ടതായി പറയുന്നു. ചിലപ്പോൾ അടഞ്ഞ വാതിലുകൾ തനിയെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. ആരോ നിങ്ങളെ വിളിക്കുന്നത് പോലെയും നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് പോലെയുമുള്ള തോന്നലുകൾ ഇവിടെ സാധാരണമാണ്. വൃദ്ധസദനമായി പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ
മരണം സംഭവിച്ച ഒരു വൃദ്ധയുടെ ആത്മാവ് ഇവിടുത്തെ അടുക്കള ഭാഗത്തും മറ്റിടങ്ങളിലും കറങ്ങി നടക്കുന്നുണ്ടെന്നും തണുപ്പുള്ള കാറ്റായി ഇത് അനുഭവപ്പെടാറുണ്ടെന്നും പറയപ്പെടുന്നു. ഇവിടെ നടത്തിയ നിരവധി അന്വേഷണങ്ങളിൽ EVP അഥവാ റെക്കോർഡിങ്ങുകളിൽ പതിഞ്ഞ ദുരൂഹ ശബ്ദങ്ങൾ, താപനിലയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, കൂടാതെ ചിലരുടെ ഫോട്ടോകളിൽ പതിഞ്ഞ വ്യക്തമല്ലാത്ത രൂപങ്ങൾ എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കെട്ടിടത്തിന് ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന വിശ്വാസത്തിന് ശക്തി നൽകുന്നു. ക്ഷയരോഗികളുടെ അവസാന ആശ്രയമായിരുന്ന ബേവർലി ഹിൽസ് സാനിറ്റോറിയം എന്ന കെട്ടിടത്തിൻ്റെ ഭീകരമായ ചരിത്രത്തിലൂടെയും പേടിപ്പെടുത്തുന്ന പ്രേതാനുഭവങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നുപോയത്. പലരുടെയും വേദനകൾ, നിരാശകൾ, പ്രതീക്ഷകൾ, മരണത്തിൻ്റെ നിഴലുകൾ ഇതെല്ലാം ഇവിടുത്തെ ചുവരുകളിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നായി ഇതിനെ മാറ്റുന്നതും ഈ ഇരുണ്ട ഭൂതകാലമാണ്. ചരിത്രപരമായ ഒരു കെട്ടിടം എന്നതിലുപരി ബേവർലി ഹിൽസ് എന്നത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്മാരകമാണ്. നിങ്ങൾക്കൊരു അവസരം ലഭിച്ചാൽ ഇവിടുത്തെ ദുരൂഹതകൾ നേരിട്ട് അനുഭവിച്ചറിയാൻ പോകുമോ, അതോ ഇതിൻ്റെ കഥകൾ കേട്ട് വീട്ടിലിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം ചരിത്രങ്ങളും ദുരൂഹതകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൂക്ഷിക്കുക. യാത്രകൾ ഭയമില്ലാത്തതായിരിക്കട്ടെ.